ഇവിടെ നിന്നാൽ വേറൊരു വ്യൂ, അവിടെ നിന്നാൽ മറ്റൊരു വ്യൂ. രണ്ടും തമ്മിൽ ഒരു 2 കിലോമീറ്ററിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇന്നത്തെ നമ്മുടെ യാത്ര കാപ്പിൽ ബീച്ചിലേക്കാണ്. വർക്കലയിലുള്ള കാപ്പിൽ ബീച്ച്. വർക്കലയിൽ ഒരുപാട് പേര് പോയിട്ടുണ്ട്, ഒരുപാട് വ്ളോഗൊക്കെ ഉണ്ട്. കാപ്പിൽ ബീച്ചിലേക്ക് പോയത് വളരെ കുറച്ച് മാത്രം വ്ളോഗുകളെ യൂട്യൂബിലുള്ളൂ. അപ്പം നമുക്ക് കാപ്പിൽ ബീച്ച് കാണാം. അവിടുത്തെ ഏറ്റവും വേറൊരു പ്രത്യേകത പൊന്നാംതുരുത്ത് എന്ന് പറയുന്ന ചെറിയൊരു ഐലൻഡ് അവിടെ ഉണ്ട്. ആ പൊന്നാംതുരുത്ത് കാണാൻ പറ്റിയ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തന്നെ ആയിരിക്കും. അതിന് നമുക്കിന്ന് ശ്രമിക്കാം. അപ്പോൾ നമ്മളെ യാത്രയുടെ ഇടയ്ക്ക് നമുക്കൊരു നെക്സോണിൻ്റെ, ടാറ്റയുടെ നെക്സോൺ ഇലക്ട്രിക് വെഹിക്കിൾ നമ്മുടെ തൊട്ട് മുന്നേ പോകുന്നുണ്ട്. ഇത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിന് ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ച തന്നെ കുറേ വണ്ടികൾ സർക്കാർ വാങ്ങി. അതിലൊന്നാണ് ഈ പോകുന്ന വണ്ടി. അതിൻ്റെ ബോർഡ് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഗ്രീൻ കളറിൽ വെള്ള അക്ഷരത്തിലാണ് ബോർഡ് എഴുതിയിരിക്കുന്നത്. കാപ്പിൽ ബീച്ച് എന്ന് പറയുമ്പോൾ കടലും കായലും കൂടെ ചേരുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ അഴിമുഖം, പൊഴിമുഖം എന്നൊക്കെ പറയാറുണ്ട് അതിനെ. അപ്പോൾ അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ നമ്മൾ വർക്കല ബീച്ചിന് അടുത്തെത്താറായിട്ടുണ്ട്. 2 കിലോമീറ്റർ കൂടെ ഉള്ളൂ വർക്കല ബീച്ചിലേക്ക് പോകാൻ. ഇപ്പോൾ കാണുന്നത് വർക്കല ടൗൺ ആണ്. നമ്മുടെ നാഷണൽ ഹൈവേയിൽ നിന്നും കല്ലമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 9.5 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വർക്കല ബീച്ചിലേക്ക് എത്താം. വർക്കല ബീച്ചിൽ നിന്ന് പിന്നെയും ഒരു 4 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട് കാപ്പി ബീച്ചിലേക്ക് എത്താൻ. ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് വർക്കല ബീച്ച്. നമുക്കൊന്ന് വണ്ടിയിൽ പോയി ഒന്ന് കറങ്ങി വരാം. ഈ 2 റോഡിന്റെ സൈഡിൽ ഒരുപാട് റിസോർട്ടും കാര്യങ്ങളും ഉണ്ട്. കാരണം ഒരുപാട് വിദേശ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ് വർക്കല. നേരത്തെ നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് വരുമ്പോഴേ ഇവിടെ ഒരുപാട് ക്രൗഡഡ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ കൊറോണയുടെ ഒരു ആധിക്യം കാരണം ഇവിടെ ഇപ്പം വളരെ കുറച്ച് മാത്രമേ ആളുകളുള്ളൂ. ടൂറിസ്റ്റും വളരെ കുറവാണ്. നോക്കിയാൽ തന്നെ അറിയാം, കടകളിൽ ഒരു 85% കടകളും അടഞ്ഞു കിടക്കുകയാണ് ഇപ്പോൾ. ഇവിടെ മുകളിലായിട്ടാണ് നമ്മുടെ ആ ഒരു പാർക്കിംഗ് ലോട്ട് വരുന്നത്. ഇതാണ് നമ്മുടെ വർക്കല ബീച്ച്. വർക്കല ബീച്ചിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ 2 സ്ഥലത്ത് പോയാൽ പറ്റും. ഒന്ന് വർക്കല ബീച്ചിലും, 2 ക്ലിഫ് ഹൗസ് എന്ന് പറഞ്ഞ് ഒരു 2 കിലോമീറ്റർ മുകളിലേക്ക് പോകുമ്പോൾ ഒരു ഹെലിപ്പാഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്നാലും നമുക്ക് ഈ വർക്കല ബീച്ചിന്റെ മുഴുവൻ സൗന്ദര്യം ആസ്വദിക്കാം. നമുക്ക് അതിലെ ഒരു സ്റ്റെപ്പ് വഴി താഴേക്ക് ഇറങ്ങിയ വർക്കല ബീച്ചിലേക്ക് എത്താനും പറ്റും. വർക്കല നമുക്ക് ഈ ബലിതർപ്പണത്തിന് ഏറ്റവും പേരുകേട്ട ഒരു സ്ഥലമാണ് വർക്കല. അപ്പോൾ ഇവിടെ നമുക്ക് ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിന്റെ, അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ആ ഒരു ബലിക്കടവും കാര്യങ്ങളും കാണാം. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ആദർശിന്റെ ഒരു ആഗ്രഹം, ഇവിടം വരെ വന്നതിന് ശേഷം ഇവിടെ ഇറങ്ങാതെ പോയാൽ അതൊരു മോശമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വണ്ടി പാർക്കിംഗ് ലോട്ടിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് നമുക്ക് വർക്കല ബീച്ചും കൂടെ ഒന്ന് കാണാം. വർക്കല ബീച്ച് ശാന്തമായിട്ടുള്ള ഒരു ബീച്ചാണ്. പക്ഷെ ചില സമയത്ത് വേലിയേറ്റം വേലിയിറക്കം ഉണ്ടാവാം. അപ്പോൾ അത് നമുക്ക് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കോസ്റ്റ് ഗാർഡും ഒക്കെ ഇവിടെ ഉണ്ട്. അവിടെ ആ കുട പോലെ വെച്ചേക്കുന്ന ആ ഒരു സ്ഥലത്ത് കോസ്റ്റ് ഗാർഡൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർ ആദ്യമേ നമുക്ക് വാർണിംഗ് തരും. മറ്റ് ബീച്ചുകളെ പോലെ അല്ല, വർക്കല ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും അവരെ വാർണിങ്സ് നമ്മൾ കറക്റ്റായിട്ട് പാലിക്കണം. പിന്നെ ദൂരെയായിട്ട് നമുക്ക് ക്ലിഫ് ഹൗസ് കാണാം, ഏറ്റവും ടോപ്പിലായിട്ട്. നമുക്കിനി അങ്ങോട്ട് പോകുമ്പോൾ അവിടെ കയറാം. എന്തായാലും കാപ്പിൽ ബീച്ച് എന്നുള്ള ആ ഒരു ഇനിഷ്യേറ്റീവായിട്ട് വന്നിട്ട് നമ്മൾ വർക്കല മുഴുവൻ ഇന്ന് എൻജോയ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ ടൈറ്റിൽ ചെറിയ വ്യത്യാസമുണ്ട്. കാപ്പിൽ ബീച്ചല്ല, എക്സ്പ്ലോറിങ് വർക്കല എന്ന് നമുക്കിതിനെ മാറ്റാം. ഈ കാണുന്നതാണ് ബലിമണ്ഡപം. അപ്പോൾ ഇത് അമ്പലത്തിൻ്റെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ളതാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്രയാണോ അതിനുള്ള പൈസ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് കർമ്മങ്ങളും ബലിതർപ്പണവും എല്ലാം നടത്താൻ സാധിക്കും. ഇനി നമ്മളിപ്പം കാപ്പിൽ ബീച്ചിലേക്ക് പോവുകയാണ്. കാലത്രയും മണ്ണാണ്, കടലിലെ മണ്ണ്. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് വൃത്തിയാക്കിയിട്ട് നമുക്കിനി കാപ്പിൽ ബീച്ചിലോട്ട് പോകാം. കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ താജ് വിവന്തയുടെ ഒരു ഹോട്ടൽ, നമുക്ക് ഗേറ്റ് വേ വർക്കല എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഇത് താജിന് കീഴിലുള്ള ഒരു ഹോട്ടലാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലെ ഒരു അഡാറ് വ്യൂ ഉണ്ട്. അത് ഞാൻ പറയാൻ കാരണം, പണ്ട് ഞാൻ വോഡാഫോണിൽ ഒരു ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരിക്കൽ ഞാൻ ഈ ഒരു ഹോട്ടലിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഒരു ടവറുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ ടോപ്പിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും നമ്മൾ കടലിലാണ് ഇരിക്കുന്നത്. അത്ര ഒരു ഫീലിംഗ് ഉള്ള ഒരു ഹോട്ടലാണ്. പക്ഷെ നമുക്കൊന്നും താങ്ങാൻ പറ്റൂല, അത്രയ്ക്ക് റേറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് ഒരു 400 മീറ്റർ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ ആ ക്ലിഫിലോട്ട് പോകാം, വർക്കല ക്ലിഫ്. നമുക്കിനി അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. അവിടെ ഒരു ഹെലിപ്പാഡും കാര്യങ്ങളാണ്. പിന്നെ ടോപ്പിൽ നിന്നുള്ളൊരു കടലിൻ്റെ വ്യൂ കിട്ടും. നമ്മൾ ഈ ചൊവ്വര ബീച്ചിലൊക്കെ കിട്ടും പോലെ ഉള്ള ഒരു ടോപ്പിൽ നിന്നുള്ളൊരു വ്യൂ കിട്ടും. ഞാൻ നോക്കിയാൽ അറിയാം, ഏറ്റവും കൂടുതൽ ആളുകൾ വർക്കലത്തെക്കാളും സമയം സ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു ലൊക്കേഷനിലാണ്. ഇവിടെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. വർക്കല എന്ന് പറഞ്ഞാൽ റിസോർട്ടിൻ്റെ ഒരു ഏരിയ തന്നെയാണ്. ഇവിടെ ഇപ്പം ഈ വിഷ്വലിൽ കാണുന്നത് മുഴുവൻ റിസോർട്ടിൻ്റെ വ്യൂ ആണ്.
പിന്നെ ഈ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരുപാട് ഈ ആയുർവേദപരമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ചെയ്യുന്ന റിസോർട്ടുകൾ മറ്റ് സ്ഥലങ്ങളിലെ അപേക്ഷിച്ച് ഇവിടെ ഈ സ്ഥലങ്ങളിൽ കൂടുതലാണ്. അങ്ങനെ നമ്മൾ ആ വർക്കല ക്ലിഫിൽ എത്തിയിട്ടുണ്ട്. ഈ വണ്ടി ഇട്ടേക്കുന്ന ഈ സ്ഥലം സത്യം പറഞ്ഞാൽ ഇതൊരു ഹെലിപ്പാഡാണ്. അതുകൊണ്ട് ഇവിടെ ഇങ്ങോട്ട് നോക്കിയാൽ അറിയാം, എച്ച് എന്നുള്ള ആ മാർക്കിംഗ് അറിയാം. അപ്പോൾ നമ്മളെ വണ്ടി എന്താ ഇപ്പോൾ ഹെലികോപ്റ്റർ ആയിരിക്കുകയാണ്, ഹെലിപ്പാഡിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. നമുക്കിത് അവിടെ ആ ഒരു സ്ലോട്ടുണ്ട്, അവിടോട്ട് പാർക്ക് ചെയ്തിട്ടിട്ട് ഇവിടുത്തെ കാഴ്ചകൾ ഞാനൊന്ന് ഷൂട്ട് ചെയ്ത് കാണിക്കും. കടലിൻ്റെ ഒരു ടോപ്പ് വ്യൂ ആസ്വദിക്കാൻ ഒരു പറ്റിയ സ്ഥലമാണ് വർക്കല ക്ലിഫ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരുപാട് പേരുണ്ടെന്ന്. ഇവിടെ അത്രയും വണ്ടികളാണ്, ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ പുറകിലായിട്ട് നമുക്ക് ഇരിക്കാനും ഇരുന്ന് ആസ്വദിക്കാനുള്ള ബെഞ്ചും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നാൽ നമുക്ക് താഴേക്ക് ഇറങ്ങാം. പക്ഷേ ഇവിടെ നിന്ന് കാണുന്ന ഒരു വ്യൂ നമുക്ക് താഴേക്ക് ചെന്നാൽ അതിൻ്റെ ഒരു ഫീല് കിട്ടത്തില്ല. ഇവിടെ നിന്നാലേ നമുക്ക് നമ്മുടെ അതേ നിരപ്പിന് കടലിങ്ങനെ പരന്ന് കിടക്കുന്നതായിട്ട് തോന്നും. നമ്മൾ നേരത്തെ ഇതുപോലെ എവിടെയാണ് നിന്നത് വർക്കല ബീച്ചിൽ. ഞാൻ അപ്പോൾ പറഞ്ഞില്ലേ ഈ ഒരു സൈഡിലായിട്ടാണ് ഈ ക്ലിഫ് ഹൗസ് വരുന്നത്. ഇതിൻ്റെ ടോപ്പിൽ നിന്ന് വർക്കല ബീച്ച് ഫുള്ള് നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ നിന്നാലും നമുക്ക് ആസ്വദിക്കാം. ഇവിടെ നിന്നാൽ വേറൊരു വ്യൂ, അവിടെ നിന്നാൽ മറ്റൊരു വ്യൂ. രണ്ടും തമ്മിൽ ഒരു 2 കിലോമീറ്ററിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ ആ പാർക്കിംഗ് ലോട്ടിലാണ് വണ്ടി ഇട്ടത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ ആൻറ്റിക് ഷോപ്പുകളും റിസോർട്ടുകളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്കൊന്ന് കണ്ടിട്ട് നമുക്ക് കാപ്പിൽ ബീച്ചിലോട്ട് പോവാം. തിരിച്ചു പോകാനായിട്ട് തുടങ്ങുമ്പോഴേ ഇവിടെ ഒരു നല്ലൊരു ക്യാപ്ഷൻ എഴുതി വെച്ചിട്ടുണ്ട്, യു ക്യാൻ ബൈ ഹാപ്പിനെസ് ബട്ട് യു ക്യാൻ ബൈ ഐസ്ക്രീം എന്ന്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു ഐസ്ക്രീം കുടിച്ചിട്ട് ഇനി കാപ്പിൽ ബീച്ചിലോട്ട് പോവാം. ഏതെടുത്ത ചോക്കോബാർ. നമ്മൾ 2 ചോക്കോബാർ വാങ്ങിച്ചിട്ടുണ്ട്. ഒന്ന് അവന് ഒന്ന് എനിക്ക് കൊടുക്കണമെന്ന് ആലോചിക്കാം. അങ്ങനെ നമ്മൾ കാപ്പിൽ ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. കാപ്പിൽ ബീച്ചിലോട്ട് എൻട്രി ചെയ്യുന്നതിൻ്റെ സൈഡിലുള്ള ഒരു പാലമാണ് ആ കാണുന്നത്. അപ്പോൾ ഇവിടെ കടലും കായലും തമ്മിൽ കൂടിച്ചേരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ കായലാണ് നമ്മൾ ഈ കാണുന്നത്, ഈ റൈറ്റ് സൈഡിൽ. അപ്പോൾ അവിടെ നിന്ന് ആ പാലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വന്നിട്ട് ഈ സൈഡിലായിട്ട് നമ്മൾ വണ്ടി ഒതുക്കിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ റൈറ്റ് സൈഡിൽ കായലും ലെഫ്റ്റ് സൈഡിൽ കടലുമാണ്. അപ്പോൾ ഞാൻ നേരത്തെ ആ ഒരു പാലത്തിൻ്റെ അവിടെ വെച്ച് പറഞ്ഞത് കണക്ക് കായൽ ഇങ്ങനെ വന്ന് ആ നമ്മൾ കാണുന്ന ആ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടി ക്രോസ് ചെയ്ത് ആ അരികിലേക്ക് ചെന്നിട്ടാണ് കടലുമായിട്ട് ചേരുന്നത്. അപ്പോൾ ആ സൈഡിൽ നമുക്ക് പോകാൻ പറ്റും. ഈ സൈഡിൽ കൂടെ ഇറങ്ങി നമുക്ക് അവിടെ പോകാം. പോകുമ്പോഴത്തേക്ക് തമ്മിൽ ആ ജോയിൻ്റ് ആകുന്ന ഒരു സ്ഥലം കാണാം. ഇവിടെ നമുക്കൊരു ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ തുറന്നിട്ടില്ല, കോവിഡ് ആയതുകൊണ്ടാണ്. കോവിഡ് കാലം കഴിഞ്ഞിട്ട് അതെല്ലാം ഓപ്പൺ ആയാൽ നമുക്കിങ്ങനെ ഈ കായൽ വഴി ഇങ്ങനെ ചുറ്റി അടിച്ചൊക്കെ വരാം. സ്പീഡ് ബോട്ടുണ്ട്, അല്ലാതെ ഫാമിലി ആയിട്ട് പോകാൻ പറ്റിയ ബോട്ടുണ്ട്, പെഡൽ ബോട്ടുണ്ട്, എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ആ ഒരു സൈഡിലായിട്ട് നമുക്കൊരു റെയിൽവേ ബ്രിഡ്ജ് കാണാം. അത് നമുക്ക് ട്രിവാൻഡ്രം ജില്ലയുടെ ഏകദേശം ഒരു എൻഡ് എന്ന് പറയാം. ആ ഒരു സൈഡ് കഴിഞ്ഞാൽ ബാക്കി കൊല്ലം ജില്ലയാണ്. അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ ട്രിവാൻഡ്രം ജില്ലയും കാണാം, ആ ഒരു സൈഡിലായിട്ട് കൊല്ലം ജില്ലയിലെ ഭാഗങ്ങളും നമുക്ക് കാണാം. പിന്നെ നമുക്ക് വണ്ടി എടുത്തിട്ട് വണ്ടി അങ്ങ് അരികിൽ കൂടെ കൊണ്ട് ചെന്നിട്ട് ആ കാറ് വരും പോലെ ഈ ഒരു റോഡേ ഇങ്ങനെ, റോഡല്ല കടൽക്കരയിൽ കൂടെ നമുക്ക് ഇങ്ങനെ പോയി ഇവിടെ പാർക്ക് ചെയ്യാം. പാർക്ക് ചെയ്തിട്ട് നമുക്ക് നടന്ന് പോയിട്ട് കാപ്പിൽ ബീച്ചിൻ്റെ ആ ഒരു മനോഹര സൗന്ദര്യം ആസ്വദിക്കും. നമ്മൾ ആ വണ്ടി നിർത്തിയ സ്ഥലത്ത് നിന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ടൊരു മണ്ണിട്ട റോഡുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റിലോട്ട് തിരിയണം. അപ്പോൾ ഇവിടെ ഇറങ്ങുമ്പോൾ അല്പം നോക്കി ഇറങ്ങണം. ഈ റോഡേ നമ്മളിങ്ങനെ വണ്ടി ഓടിച്ച് വരുമ്പോൾ കടൽക്കരയിലൂടെ വണ്ടി ഓടിക്കുന്ന ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണത്. അങ്ങനെ നമ്മൾ കാപ്പിൽ ബീച്ചിൻ്റെ പാർക്കിംഗ് ലോട്ടിൽ വണ്ടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നു പോകാം. ബൈക്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് അറ്റം വരെയും പോകാൻ സാധിക്കും, ആ അരികു വരെയും പോകാം. കാറിലായതുകൊണ്ടാണ് നമ്മളവിടെ പാർക്ക് ചെയ്തത്. ഞങ്ങൾ നേരത്തെ വന്നപ്പോൾ ഈ കാർ ഇവിടെ ഈ മണ്ണിൽ നിന്ന് പൊക്കിയെടുക്കാനായിട്ട് അവർ പാടുപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ഫുള്ള് താന്നുപോയി. അപ്പോൾ നമുക്ക് ആ ഒരു സൈഡിലായിട്ട് നമ്മുടെ പാർക്കിംഗ് ലോട്ടുണ്ട്. ആ പാർക്കിംഗ് ലോട്ടിൽ ഇട്ടിട്ട് ഇങ്ങനെ ഇതിലേ നടന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, നമ്മളിപ്പോൾ എത്താറായി. ഈ സൈഡിൽ ഇങ്ങനെ കടൽക്ഷോഭം തടയാനായിട്ട് പാറക്കല്ലുകൾ കൊണ്ട് ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ നിന്നൊക്കെ ഫോട്ടോ എടുക്കുന്ന വലിയ അപകടമാണ് അല്ലേടാ അത്, മുകളിൽ നിന്നും കയറി നിന്ന്. അപ്പോൾ ഇപ്പം നമ്മൾ നടക്കുന്ന വഴിയുടെ ലെഫ്റ്റ് സൈഡിൽ കായലും റൈറ്റ് സൈഡിൽ കടലുമാണ്. അതിനിടയ്ക്കൂടെ ചെറിയൊരു പോർഷനിൽ കൂടെയാണ് നമ്മളിങ്ങനെ നടന്നു പോകുന്നത്.
ഇത് ആസ്വദിക്കണമെങ്കിൽ കാപ്പിൽ ബീച്ചിൽ വന്നാൽ മാത്രമേ പറ്റുള്ളൂ. വേറൊരു ബീച്ചിൽ ഇങ്ങനെ നമുക്കൊരു അനുഭൂതി കിട്ടത്തില്ല. വേറെ നമുക്ക് പൊഴിയുണ്ട്. ആലപ്പുഴ ബീച്ചിലും ഇതുപോലെ ഒരു പൊഴിമുഖമുണ്ട്. പക്ഷേ അത് ഇത്രത്തോളം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലല്ല. അപ്പോൾ ഇതിൽ നമുക്ക് ഈസി ആയിട്ട് പോയി കണ്ടുവരാൻ പറ്റും. അപ്പോൾ ഒന്ന് സമയം കിട്ടുമെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലുള്ളവർ മാത്രമല്ല, കേരളത്തിൽ നിന്ന് എവിടെ ഉള്ളവർക്കാണോ ഇവിടെ വരാം. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലുള്ളവർ ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സമയം കിട്ടുമ്പോൾ ഒന്ന് ഇറങ്ങി ഇതൊക്കെ ഒന്ന് കാണാനായിട്ട്. വലിയ സമയവും വലിയ പൈസ ചിലവൊന്നുമില്ല. നമുക്ക് വളരെ തുച്ഛമായിട്ടുള്ള ഒരു പൈസയിൽ വന്ന് കണ്ടുപോകാം. ട്രിവാൻഡ്രത്തുനിന്ന് ഒരു 45 കിലോമീറ്ററേ വരുന്നുള്ളൂ കാപ്പിൽ ബീച്ചിലേക്ക് വരാനായിട്ട്. അപ്പോൾ ഈ കാണുന്നതാണ് പൊഴി. ഇതാണ് കായലും കടലുമായിട്ട് ചേരുന്ന ആ ഒരു സ്ഥലം. അതാണ് കൊച്ചു കുട്ടികളൊക്കെ ഇവിടെ വന്ന് ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങി കുളിയും കളിയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മാത്രമല്ല, കോവിഡിൻ്റെ റെസ്ട്രിക്ഷൻ മാറിയത് കൊണ്ട് ഇവിടെ ഒരുപാട് പേരുണ്ട്, ഫാമിലീസൊക്കെ ഒരുപാടുണ്ട്. അങ്ങനെ നടന്ന് നമ്മൾ ആ ഒരു പൊഴിയുടെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴത്തേക്കും കായലും കടലും തമ്മിൽ ഒരു 20 അടി വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതാ കടലിലെ വെള്ളം ഇങ്ങനെ ഇതിനകത്തുകൂടെ ഇങ്ങനെ കയറി ഇനി അകത്തേക്ക് വരും. ഒരുപാട് വെള്ളം കായലിൽ വരുന്ന സമയത്ത് ഇങ്ങനെ ഈ പൊഴി മുറിഞ്ഞ് വെള്ളം കടലിലേക്ക് മറിയും. അതാണ് പൊഴി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നാൽ ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് മനസ്സിനെയൊക്കെ ഒന്ന് സമാധാനിപ്പിച്ച് നമുക്ക് തിരിച്ചു പോകാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഞാനിപ്പോൾ നിൽക്കുന്നത് കടലിനും കായലിനും ഇടയിലായിട്ടാണ്. അപ്പോൾ ഇവിടെ വന്നാൽ നിങ്ങൾക്കും ഇങ്ങനെ നിൽക്കാം. ഒരുപാട് ഫോട്ടോസ് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ.